കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇനിയും എന്നാണോ ഭാമ അവളെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയുന്നത്? അമ്മ ഒരു കാലത്തും എന്നോട് ക്ഷമിക്കാൻ പോകുന്നില്ല ശാലിനി. ഇപ്പൊ കണ്ടില്ലേ, അമ്മയ്ക്കുണ്ടായ അപമാനം അതമ്മ മറക്കില്ല. അതൊക്കെ മറക്കും പ്രീതി. ഇപ്പോഴത്തെ ഒരു ദേഷ്യത്ത് പറയുന്നതാ സത്യാമ്മ അതൊക്കെ. ഈ കഠിനമായ ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെ നമ്മൾ പലതും പ്രവർത്തിക്കുകയും പറയുകയൊക്കെ ചെയ്തെന്നിരിക്കും. പക്ഷെ അതൊന്നും ശാശ്വതമല്ല. സത്യാമ്മ പ്രീതിയോട് ക്ഷമിക്കും, ഉറപ്പ്. നിന്നോട് ശാലിനി? എന്നോടും ക്ഷമിക്കും. ഈ ചെയിൻ റിയാക്ഷൻ എന്ന് കേട്ടിട്ടില്ലേ? ഒരിടത്ത് ശരിയായി കഴിഞ്ഞാൽ മുഴുവനും സെറ്റാവും. അതുകൊണ്ട് സമാധാനിക്ക്. വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ട ശാലിനി. അങ്ങനെ പറയല്ലേ. ഒന്നാമത് ഗർഭിണികൾ വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. അതെ, കുഞ്ഞിന്റെ മാനസികാരോഗ്യത്തെ ബാധിക്കും. ആ കൂട്ടത്തില് ഭക്ഷണം കൂടി ഇല്ലാതായാലോ? ജനിച്ചു വീണ കുട്ടികൾക്കാണെങ്കിലേ വിശക്കുമ്പോ പാലിന് വേണ്ടി കരയാം. സംസാരിക്കാറാവുമ്പോ അമ്മ വിശക്കുന്നു എന്ന് പറഞ്ഞ് ചിണുങ്ങാം. ഗർഭത്തിനുള്ളിലുള്ള കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അമ്മയുടെ കരുണയില അതിന്റെ ഭക്ഷണവും ആരോഗ്യവും ഒക്കെ. ആ പാവത്തിന് പട്ടിണി കിടന്നോ? എന്താണ്? ദേ, പൊന്നനിയത്തിക്ക് ഭക്ഷണം വേണ്ടാന്ന്. അച്ഛനും അമ്മയും കഴിച്ചോ? വിഷ്ണുട്ട, അത് അവര് കഴിച്ചു. അതെന്താ ശാലിനി അമ്മയുടെ കാര്യം വിഷ്ണുവിനോട് പറഞ്ഞ? പ്രീതി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെയിൻ റിയാക്ഷന്റെ കാര്യം. മനുഷ്യരുടെ കാര്യം അങ്ങനെയാ. സത്യാമ്മ എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയെന്നറിഞ്ഞ വിഷ്ണുവേട്ടന് ഉള്ളിന്റെ ഉള്ളിൽ അമ്മയോടൊരു നീരസം ഉണ്ടാവും. പിന്നെ ആ നീരസം വെച്ചാവും പെരുമാറ്റം. സത്യാമ്മയുടെ ദേഷ്യം ഇരട്ടിക്കും. അങ്ങനെ റിയാക്ഷൻ നീണ്ടങ്ങനെ പോവും. കുടുംബം മുഴുവൻ അസ്വസ്ഥത പടരാതിരിക്കാൻ നമ്മൾ പെണ്ണുങ്ങള് ചിലതൊക്കെ മനസ്സിനുള്ളിൽ ഒതുക്കി വെക്കണം. ഭക്ഷണമൊക്കെ ഇവിടെ റെഡിയാണ്, എനിക്ക് കഴിച്ചാ മതി. കഴിക്കാം. വാ, ചേട്ടൻ കൂട്ടിങ്ങോട്ട് വാ. വാ 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 വാ, ഇവിടെ ഇരിക്കലേ അവിടെ. കഴിക്കും. എനിക്ക് വേണ്ട ഏട്ടാ. ഒരൊറ്റ പിടവച്ചുണ്ടല്ലോ. എന്റെ മരുമോനോടെ വിശന്നിരിക്കുക. അവന്റെ കംപ്ലൈന്റ് കിട്ടിയിട്ടാണ് ഞാൻ ഫുഡായിട്ട് വന്നിരിക്കുന്നത്. കഴിച്ചേ, കഴിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തരാം. കഴിക്ക്. വേണ്ട ഏട്ടാ. പ്രീതി മോൾ ഇത് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കാക്കയ്ക്ക് കൊടുക്കും. മരക്കൊമ്പിലിരുന്ന് ഒരു കാക്കച്ചി നോക്കണണ്ട, കാക്കച്ചിക്ക് കൊടുക്കട്ടെ. കഴിക്കടി. ശാലിനി, കുഞ്ഞുനാളിലേ ഇവള് ഭക്ഷണം കഴിക്കാൻ മടിച്ചിരുന്നപ്പോ അമ്മ ഇങ്ങനെ കഴിപ്പിച്ചിരുന്നെ.
അതിന് കാരണക്കാരാരായാലും ക്ഷമിക്കില്ല സത്യഭാമ, ജീവനുള്ള കാലത്തോളം. കഴിച്ചേ. മതി ഏട്ടാ, എനിക്ക് മതി. ഞാൻ വീണ്ടും കാക്കച്ചിക്ക് കൊടുക്കേ. കഴിച്ചേ. കഴിച്ചേ. അല്ലെങ്കിൽ വേണ്ട, കാക്കച്ചിക്ക് കൊടുക്കണ്ട. ഇതെന്റെ വാവച്ചിക്ക്, വിഷ്ണു ചേട്ടന്റെ വാവച്ചിക്ക്. ഇതേ കഴിച്ചേ. ശാലിനി, ചെറുതായിരുന്നപ്പോഴേ ഞാൻ എന്താ അവളെ വിളിച്ചിരുന്നേന്നറിയോ? വാവച്ചിന്ന്. എനിക്ക് വഴക്ക് പറയാനും കൂട്ടുകൂടാനും കൂടെ കളിക്കാനൊക്കെ ഉള്ളൊരു വാവച്ചി. മതി ഏട്ടാ, വാവച്ചിക്കുള്ളതായി. അയ്യടാ, അതിനിത് വാവച്ചിക്കുള്ളതാരാ പറഞ്ഞേ? ഇത് കുഞ്ഞാവയ്ക്കുള്ളതാ. എന്റെ വാവച്ചിയുടെ വയറ്റില് കുഞ്ഞാവയ്ക്ക. കഴിച്ചു കഴിച്ചു കഴിച്ചു. വിഷ്ണുവേട്ടാ, എന്താ? എനിക്ക് ചെറിയൊരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട്. അതും കൂടി ആയാലേ എല്ലാം ശരിയാവുള്ളൂ. ദേ, മുഴുവൻ കഴിപ്പിച്ചിട്ടേ ചേട്ടന്റെ വാവച്ചിയെ വിടാവൂ. ഞാനിപ്പോ വരാം. ദേ, പറഞ്ഞു കേട്ടല്ലോ. മുഴുവൻ കഴിച്ചോണോ, അല്ലെങ്കിൽ മതി ഏട്ടാ, എനിക്കറിയാം നിനക്ക് പയർ ഇഷ്ടമല്ലാന്ന്. എടി, ഇത് പ്രോട്ടീനാ, നിനക്കല്ല കുഞ്ഞാവയ്ക്ക. കഴിച്ച. സുസ്മിതേ, എന്താ സുസ്മിതേ, നീ ഇവിടെ സീൻ ക്രിയേറ്റ് ചെയ്യാണോ? നോക്ക, ഒന്നുകിൽ നീ എഴുന്നേറ്റ് നിന്റെ വീട്ടിൽ പോ, അല്ലെങ്കിൽ നീ എഴുന്നേറ്റ് ഈ വീട്ടിലോട്ട് വാ. നീ ആരാടി എന്നോടത് പറയാൻ? സ്വന്തം അമ്മ പറഞ്ഞിട്ട് കേട്ടില്ല, പിന്നെയാ. അമ്മമാര് പറയുന്നത് നല്ലതാണെങ്കിൽ കേൾക്കണം. പക്ഷേ നിന്റെ അമ്മ നല്ലത് പറഞ്ഞു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിലേ നിനക്കെന്നേ ഈ രാത്രിയില് ഇവിടെ ഇതുപോലെ ഇരിക്കേണ്ടി വരില്ലായിരുന്നു. എടി, എന്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ. ആരും പരിഹസിക്കുന്നത് എനിക്കിഷ്ടമല്ല സുസ്മിതേ. പക്ഷേ എന്റെ അമ്മയെ ഒരുപാട് തവണ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് നീ, ഇന്നലെ വരെ. ഞാൻ അതൊക്കെ മിണ്ടാതെ നിന്ന് കേട്ടോണ്ട് നിന്നതും സഹിച്ചതുമൊക്കെ കാലം ഒരിക്കലെല്ലാം തെളിയിക്കുമെന്ന് കരുതി തന്നെയാ. ഏതമ്മ വളർത്തിയ മകളാ ശരിയെന്ന് ഇന്ന് ദൈവം തെളിയിച്ചു തന്നു. വളർത്തുഗുണം കൂടിയിട്ടായിരിക്കും അമ്പലത്തിൽ വെച്ച് താലി കെട്ടാൻ കാത്തിരുന്നവനെ തഴഞ്ഞിട്ട് തൊഴാൻ വന്നയാളോട് താലി കെട്ടാൻ ആജ്ഞാപിച്ചത്. സുസ്മിതേ, ഞങ്ങളെ തമ്മിൽ ചേർക്കാൻ ദൈവമാ തീരുമാനിച്ചത്. ഇത്രയൊക്കെ ആയിട്ടും നിനക്കത് മനസ്സിലായില്ലേ? അല്ലടി, വിഷ്ണുവേട്ടൻ എന്റെയാ. വിഷ്ണുവേട്ടനുമായി കല്യാണം ഉറപ്പിച്ച് മണ്ഡപത്തിലെ കാത്തിരുന്നവളാ ഞാൻ. കല്യാണം ഉറപ്പിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷേ വിഷ്ണുവേട്ടൻ എന്നും എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ. ഇനി നീ എന്തൊക്കെ നാടകമാടിയാലും നിനക്ക് വിഷ്ണുവേട്ടനെ കിട്ടില്ല.
ഞാൻ വിട്ടുതരില്ല. എന്നാലേ നീ ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തോ. ഈ താലി എന്റെയും വിഷ്ണുവേട്ടന്റെയും വിവാഹ ചടങ്ങിന് വേണ്ടി പൂജിച്ചതാണെങ്കിൽ വിഷ്ണുവേട്ടനെ കൊണ്ട് തന്നെ ഇതെന്റെ കഴുത്തിൽ ഞാൻ കെട്ടിച്ചിരിക്കും. സുസ്മിതേ, ഇങ്ങനെ തോറ്റമ്പി നിൽക്കുമ്പോഴും ഇതുപോലത്തെ 5 ഡയലോഗൊക്കെ പറയാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. നോക്ക്, അകത്തേക്ക് വരാന്നുണ്ടെങ്കിൽ അടുക്കളയിലിരുത്തി കുറച്ച് ചോറ് തരാം. നിന്റെ കല്യാണത്തിന് വേണ്ടി തിളപ്പിച്ച സാമ്പാറും പരിപ്പും ഒക്കെ കൂട്ടി നല്ല കുശാലായിട്ട് ചോറണം. പക്ഷേ നിനക്ക് ഞാൻ ഉപ്പ് മാത്രം വിളമ്പില്ല സുസ്മിത. നീ ഒരു നന്ദിയില്ലാത്തവളായതുകൊണ്ട് എന്തിനാ അതും കൂടി ഞാൻ വേസ്റ്റ് ആക്കുന്നത്? ഏമ്പക്കം വിട്ട് പോയി കിടന്നുറങ്ങിയിട്ട് നേരം പരപരാ വെളുക്കുമ്പോ പെട്ടിയും പ്രമാണം എടുത്ത് സ്ഥലം വിട്ടോണം ഇവിടുന്ന്. വിഷ്ണുവേട്ടനെ കൊണ്ട് താലി കെട്ടിക്കാനെന്നൊക്കെ പറഞ്ഞ് ഇനി ഈ വീടിന്റെ പരിസരത്തെങ്ങാനും നിന്നെ കണ്ട ദേ നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഒടിക്കും. ഓർമ്മിച്ചോ നീ? സുസ്മിതേ, പിന്നെ ഇന്നേ രാത്രി പന്തല് പൊളിക്കാനായിട്ട് ആൾക്കാര് വരും. വടയക്ഷിയുടെ ബൊമ്മയാണ് നിൽക്കുന്നതെന്ന് കരുതിയേ അവരെടുത്തോണ്ട് പോവും നിന്നെ. വടയക്ഷിയുടെ ബൊമ്മ അല്ലടി. നേരൊന്ന് വെളുത്തോട്ടെ, ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് കാട്ടിത്തരാം ഞാൻ. ഹലോ 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 സർ, ഞാൻ പൊന്നിയാണ്. പൊന്നിയോ? പ്രീതി കുഞ്ഞിന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന. ആ, എന്താ പൊന്നി? സർ, വീടിന് പുറത്തേക്കൊന്ന് വരുമോ? ഏത് വീടിന്റെ പുറത്തേക്ക്? സാറിന്റെ വീടിന്റെ പുറത്തേക്ക് തന്നെ. എന്താ പൊന്നി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സർ, പ്രീതി കുഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് സാറിനെ കാണാനായിട്ട്. ഈ സമയത്തോ? അതെ സർ, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ പ്രീതി കുഞ്ഞ് എന്നെയും കൂട്ടി വന്നത്. ഒന്ന് താഴേക്ക് വരണം സർ, ഞങ്ങളിവിടെ മുറ്റത്തുണ്ട്. ഞാനിപ്പോ വരാം. പൊന്നി ഫോൺ കട്ട് ചെയ്തോ. ഈ സമയത്ത് ഈ സാഹസത്തിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്ന കുഞ്ഞ്? പൊന്നിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അർജുൻ സാറിന്റെ അമ്മയും മറ്റും എഴുന്നേറ്റ് വന്നാൽ എല്ലാം വീണ്ടും കുഴയും. റിസ്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല പൊന്നി എനിക്ക്.
എന്തൊരു പ്രതി? എന്താ പൊന്നി? സാറിനറിയാലോ ഇന്ന് വിഷ്ണു കുഞ്ഞിനും സുസ്മിതയ്ക്കും കല്യാണം നിശ്ചയിച്ചിരുന്ന ദിവസമാണെന്ന്. ഒരു പ്രശ്നമില്ല. ഷീസ് ക്യാരിയിങ്. പ്രീതി ഗർഭിണിയാ. നിന്റെ മകളുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ, ആ കുഞ്ഞിനെ ഈ ഭൂമിയുടെ പ്രകാശം കാണിക്കാൻ വേണ്ടിയാണ് ഭാമേ ശാലിനി സ്വന്തം ജീവിതം പോലും പണയം വെക്കാൻ തയ്യാറായത്. കൂടെ നിന്ന് ചതിച്ചവളാ ഇവള്. അമ്മ വിളിക്കരുത് നീ എന്നെ അങ്ങനെ. ഞാനൊന്നും അറിഞ്ഞില്ല പൊന്നി. വിഷ്ണുവിന്റെ കല്യാണക്കാരി അറിഞ്ഞിരുന്നു. പങ്കെടുക്കാൻ മാത്രം സന്തോഷമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് കൊച്ചിയിൽ ഒരു കേസിന്റെ കാര്യത്തിന് പോയിരുന്നു. തിരിച്ചെത്തിയപ്പോ വൈകി. അർജുനേട്ടാ, എന്തിനാ പ്രീതി ഇനിയും കരയുന്നേ? എല്ലാം ശുഭമായി പര്യവസാനിച്ചില്ലേ? നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം അർജുനേട്ടാ. പോവാനോ? എങ്ങോട്ട്? നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട. ഞാനിനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? മുഖത്ത് നോക്കുന്നതിന് എന്താ? എന്റെ കുഞ്ഞല്ലേ നിന്റെ വയറ്റിലുള്ളത്. മണ്ടത്തരം പറയില്ലേ പ്രീതി. സാർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. കുറച്ചു നേരമായി ഒരേ പല്ലവിയാ. രാത്രി എന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നിർബന്ധമായിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. എന്താ പ്രീതി ഇത്? അമ്മ എന്നോട് ഒരു കാലത്ത് ക്ഷമിക്കൂല അർജുനേട്ടാ. ഏയ്, മണ്ടത്തരമൊന്നും പറയല്ലേ. പെട്ടെന്നുള്ള ദേഷ്യത്തിന് അമ്മ അങ്ങനെയൊക്കെ പറയും. അതൊക്കെ എല്ലാ അമ്മമാരും പറയുന്നതാ. എന്ന് കരുതി നാട് വിട്ടു പോവുകയാണോ വേണ്ടത്? പിന്നെ എന്താ അർജുനേട്ടാ ചെയ്യാ? എല്ലാവരും അറിഞ്ഞത് നന്നായി. പ്രീതി ഇപ്പോ വീട്ടിലേക്ക് തിരിച്ചു പോ. അർജുനേട്ടാ, ഇരുളിന്റെ മറവിൽ നമ്മൾ എവിടേക്ക് ഒളിച്ചോടാൻ പോകുന്നില്ല. ഈ രാത്രി ഒന്ന് കഴിഞ്ഞോട്ടെ. സത്യാമ്മയുടെ വീട്ടിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് ഞാൻ കയറി വരും. എന്റെ കുഞ്ഞിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടു പോരാ. ഇപ്പൊ ഇങ്ങനെ ഒരു സാഹസം കാണിച്ചത് മറ്റാരും അറിയണ്ട. സത്യാമ്മയുടെ ദേഷ്യം കൂടുകയുള്ളൂ. രാത്രി ഏറെ വൈകുന്നതിന് മുമ്പ് മടങ്ങിപ്പോ. അർജുനേട്ടാ, മടങ്ങിപ്പൊയ്ക്കോ പ്രീതി. ഈ അർജുൻ ശങ്കറിന് ജീവനുണ്ടെങ്കിൽ ഞാൻ നാളെ അവിടെ ഉണ്ടാവും. പൊന്നി, അർജുനേട്ടാ, പൊന്നി, ഇവളെയും കൂട്ടിക്കൊണ്ട് പോയിക്കോ. വാ കുഞ്ഞെ. ചെല്ല്.